ഈ പടം എന്തിനായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ ചോദ്യം. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിക്കും. ഇനി ഇതെന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതിന് 4-ാം ഭാഗം 5-ാം ഭാഗം ഒക്കെ എന്തിന്? എന്താ പറയാ, നീ ഒന്നും പറയണ്ട. അതേപോലെ ഫസ്റ്റും സെക്കൻഡും അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഓഫ് ഒബ്വിയസ്ലി ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല. എന്തിനോ വേണ്ടി ഉണ്ടാക്കിയ കുറെ പ്ലോട്ട് ട്വിസ്റ്റുകളും. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ന് പറഞ്ഞു കേട്ടോ, അടിപൊളിയാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. അടിപൊളി, നല്ല പൊളി പടം. പീക്ക് ഇന്റർവെല് അടിപൊളി, പീക്ക് ക്ലൈമാക്സ് അടിപൊളിയാണ്. ട്രെൻഡ് സെറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. തൂക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ തൂക്കി. പിറന്നാൾ ദിനത്തിൽ ലാലാട്ടം തൂക്കിയിരിക്കുന്നു. മൈ ഹാർട്ട് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു സർ, താങ്ക് യു. പടം കൊള്ളാം. നടുക്ക് കുറച്ച് സർപ്രൈസ് ഒക്കെ ഉണ്ട്, പക്ഷെ അവസാനം ഇത് വീണ്ടും വലിച്ചു കിട്ടണമായിരുന്നോ തോന്നിയത്. അടിപൊളി അടിപൊളി ഒന്നും പറയാനില്ല, പടം തീരുന്നില്ല. മിടുക്കനാള്. എടി തങ്കി ഒരു 5-6 ഏലസ് കൂടി മേടി ജപിച്ച് എന്റെ അരയിലും കൂടെ കെട്ട്, ഇവനെ ദൃഷ്ടിപ്പെടും, അത്രയ്ക്ക് ബുദ്ധിയാ. അപ്പൊ വന്താൻ തലവരവ എന്താ പറയാ, ഓക്കെ എന്നല്ലാതെ എനിക്ക് ഭയാനകമായിട്ടുള്ള ഒരു പടം കണ്ട ഒരു സാധനം ഒന്നുമില്ല. അങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്. പിന്നെ എങ്ങനെയാ നീ കേട്ടത്? ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചിലവരുടെ റെഡി ആവും, ചിലവരുടെ റെഡി ആവില്ല. എന്റെ റെഡി ആയില്ല. ഒരു മിനിമം വോളിയത്തിൽ വിടും മനുഷ്യ, നാട്ടുകാര് കേക്കും. ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനൊന്നും ചിന്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എന്ത് ചെയ്താലും കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാറുള്ളൂ. ആണല്ലേ? എനിക്ക് തോന്നി എല്ലാത്തിലും ഒരു കലാകാരന്റെ കരവിരുത് പ്രകടമായി കാണാം. മൊത്തത്തിൽ പൊളിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ, സൂപ്പർ പടമാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നിന്നെ കണ്ടിട്ട് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ദൃശ്യം 4-നുള്ള ടൈലന്റ് ഉണ്ട്. ഒരു 300 കോടി ക്ലബ്ബ് കൺഫേം. കൊള്ളാൻ വെച്ചു. താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്. കഥ ഇനി അവസാനിച്ചിട്ടില്ല.